നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. കേംബ്രിഡ്ജ് കോളേജിന്റെ പ്രവേശന നയത്തിനെതിരെ പ്രതിഷേധം. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ട്രിനിറ്റി ഹാൾ കോളേജ് സമ്പന്നമായ സ്വകാര്യ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പുതിയ പ്രവേശന നയം നടപ്പാക്കിയതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. മുൻ ഡൗണിംഗ് സ്ട്രീറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അലൈസ്റ്റർ ക്യാമ്പൽ, സാമൂഹിക മൊബിലിറ്റി ചാരിറ്റികൾ, കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ഈ നീക്കം സാമൂഹിക തുല്യതയ്ക്ക് വിരുദ്ധവും അധാർമികവുമാണെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷമായി വിമർശിച്ചു. വൻതുക ഫീസ് ഈടാക്കുന്ന എലൈറ്റ് സ്വകാര്യ വിദ്യാലയങ്ങളിൽ പ്രത്യേക റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താനാണ് കോളേജിന്റെ തീരുമാനം. ഈ നീക്കം അവഗണിക്കാതിരിക്കാനും പാർശ്വവൽക്കരിക്കാനും വേണ്ടിയാണെന്ന കോളേജിന്റെ ആഭ്യന്തര വിശദീകരണമാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണം. സ്വകാര്യ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം തന്നെ കേംബ്രിഡ്ജ് പോലുള്ള സ്ഥാപനങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും ഈ തീരുമാനം സാമൂഹിക പുരോഗതിയെ പിന്നോട്ടടിക്കുമെന്നും അലൈസ്റ്റർ ക്യാമ്പൽ പറഞ്ഞു. UK-യിലെ 93% വരുന്ന സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന 93% ക്ലബ് സംഘടന കോളേജിന് നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിർത്തിവെക്കുമെന്ന് അറിയിച്ചു. സർക്കാർ സ്കൂളുകളിലെ മിടുക്കരായ കുട്ടികൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ ഇത് ഇല്ലാതാക്കുമെന്ന് സട്ടൺ ട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി. എന്നാൽ മാധ്യമ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ട്രിനിറ്റി ഹാൾ മാസ്റ്റർ മേരി ഹോക്ടെ പറഞ്ഞു. പ്രവേശന നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ചില കോഴ്സുകളിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മികച്ച അപേക്ഷകരെ ഉറപ്പാക്കാൻ മാത്രമാണ് കൂടുതൽ സ്കൂളുകളെ ഉൾപ്പെടുത്തിയതെന്നും അവർ വ്യക്തമാക്കി. എന്നിരുന്നാലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രതിഭകളെ കണ്ടെത്തുന്നതിന് പകരം സ്വകാര്യ വിദ്യാലയങ്ങളെ തേടിപ്പോകുന്നതിനെതിരെ വിദ്യാഭ്യാസ വിദഗ്ധർ ചോദ്യമുയർത്തുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ ആംബുലൻസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും വാഹനമിടിച്ചു. 3 പേർ പിടിയിൽ. എസെക്സിലെ സൗത്ത് ബെൻഫ്ലീറ്റിൽ വാഹന അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനിടെ രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന 5 പേരെ മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ A130 റോഡിലാണ് ദാരുണമായ സംഭവം നടന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ. ആദ്യം അപകടത്തിൽപ്പെട്ട നിസാൻ എക്സ് ട്രെയിൽ വാഹനത്തിലെ യാത്രക്കാരെ സഹായിക്കാൻ എത്തിയതായിരുന്നു എമർജൻസി സർവീസ് ഉദ്യോഗസ്ഥർ. ഈ സമയത്ത് നിയന്ത്രണം വിട്ടുവന്ന ഫോർഡ് ട്രാൻസിറ്റ് വാൻ രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 23, 29, 39 വയസ്സുള്ള 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വാഹനമോടിക്കൽ, മോഷണം, അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് A130 റോഡിലെ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പരിക്കേറ്റ ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുമെന്ന് എസെക്സ് പോലീസ് ചീഫ് സൂപ്രണ്ട് മോർഗൻ കൊറോണിൻ അറിയിച്ചു. അപകടത്തിന് ദൃക്സാക്ഷികളായുള്ളവരോ ഡാഷ് ക്യാം ദൃശ്യങ്ങൾ കൈവശമുള്ളവരോ വിവരങ്ങൾ കൈമാറണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബോൾട്ടൺ വാഹനാപകടത്തിൽ മരിച്ച 4 പേരെയും തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ ദിവസം പുലർച്ചെ ബോൾട്ടണിലെ വിഗാൻ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 4 പേരെയും തിരിച്ചറിഞ്ഞു. 3 കൗമാരക്കാരും ഒരു ടാക്സി ഡ്രൈവറുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ബോൾട്ടൺ കൗൺസിൽ ഓഫ് മോസ്കുകൾ ആണ് കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്. മരിച്ചവരിൽ മുഹമ്മദ് ദനിയാൽ, അസ്ഗർ അലി, ഫർഹാൻ പട്ടേൽ, മുഹമ്മദ് ജിബ്രായിൽ മുക്താർ എന്നിവരാണ് കൗമാരക്കാർ. മൊസ്റാബ് അലി ആണ് കൊല്ലപ്പെട്ട ടാക്സി ഡ്രൈവർ. ഞായറാഴ്ച പുലർച്ചെ 12:45ഓടെയാണ് ഒരു റെഡ് സീറ്റ് ലിയോൺ കാറും സിട്രോൺ C4 പിക്കാസോ ടാക്സിയും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിച്ചത്. കൗമാരക്കാർ സഞ്ചരിച്ചിരുന്ന കാറിലെ ഡ്രൈവറും 2 യാത്രക്കാരും ടാക്സി ഓടിച്ചിരുന്ന 50കളിലുള്ള ഡ്രൈവറുമാണ് സംഭവസ്ഥലത്ത് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 5 യാത്രക്കാരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ ചികിത്സയിൽ തുടരുകയാണ്. അപകടത്തെ തുടർന്ന് വിഗാൻ റോഡ് മണിക്കൂറുകളോളം അടച്ചിട്ട് പോലീസ് അന്വേഷണം നടത്തി. അപകടം നടന്ന വിഗാൻ റോഡ് അപകട മേഖലയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. ഈ റോഡിൽ വേഗപരിധി ലംഘിക്കുന്നത് പതിവാണ്. മുമ്പും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അധികാരികൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസിയായ നീലം ഖാൻ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ബോൾട്ടൺ കൗൺസിൽ ഓഫ് മോസ്കുകൾ അറിയിച്ചു. ഗാർഹിക പീഡനം. ഭർത്താക്കന്മാരെ വാടക കരാറിൽ നിന്ന് ഒഴിവാക്കാൻ നിയമം വരുന്നു.
ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നവർക്ക് അവരുടെ വീടുകളിൽ തുടരാൻ സൗകര്യമൊരുക്കുന്ന പുതിയ നിയമം സ്കോട്ട്ലൻഡിൽ നടപ്പിലാക്കുന്നു. ഇത് പ്രകാരം സാമൂഹിക ഭവന ഉടമകൾക്ക് ഗാർഹിക പീഡനം നടത്തുന്നവരെ വാടക കരാറുകളിൽ നിന്ന് ഒഴിവാക്കാൻ അധികാരം ലഭിക്കും. ഏകദേശം 5 വർഷം മുൻപ് പാസാക്കിയ ഗാർഹിക പീഡന നിയമത്തിലെ വ്യവസ്ഥകളാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡ് പാർലമെന്റ് ചർച്ചയ്ക്ക് വച്ചിരിക്കുന്നത്. ഈ നിയമം പാസ്സാകുന്നതോടെ പീഡനം നടത്തുന്നതായി സംശയിക്കുന്നവരെ കോടതി വഴി വാടക കരാറിൽ നിന്ന് ഒഴിവാക്കി വീടൊഴിയാൻ നിർബന്ധിതരാക്കാം. ഓഗസ്റ്റ് 1 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. ഇത് ഗാർഹിക പീഡന അതിജീവിച്ചവർക്ക് വലിയ ആശ്വാസമാവുമെന്ന് ക്യാമ്പയിനർമാർ പറയുന്നു. പലപ്പോഴും വാടക കരാറുകൾ പങ്കാളിയുടെ പേരിൽ മാത്രമായിരിക്കുന്നതിനാൽ സ്ത്രീകൾക്ക് ദുരിതമനുഭവിക്കുമ്പോൾ വീട് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്നു. ഗാർഹിക പീഡനം സ്കോട്ട്ലൻഡ് ആക്ട് 2021 പ്രകാരം അതിജീവിച്ചവരുടെ പേരിൽ വാടക കരാർ മാറ്റാൻ സാമൂഹ്യ ഭവന ഉടമകൾക്ക് അനുമതിയുണ്ടായിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കാൻ വൈകി. ഈ പുതിയ നിയമം വഴി ഇവർക്ക് ഭയമില്ലാതെ ജീവിക്കാനും സുരക്ഷിതമായ വീടുകളിൽ തുടരാനും കഴിയും. സ്കോട്ട്ലൻഡ് വിമൻസ് എയ്ഡ് CEO മാർഷ്യ സ്കോട്ട് പറയുന്നത്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ വീടുകളിലും വിദ്യാലയങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും തുടരാൻ സഹായിക്കുമെന്നാണ്. ലണ്ടനിലെ കൊലപാതക നിരക്ക് ഒരു ദശകത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിൽ. കഴിഞ്ഞ വർഷം ലണ്ടനിൽ റിപ്പോർട്ട് ചെയ്ത കൊലപാതകങ്ങളുടെ എണ്ണം ഒരു ദശകത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തി. മെട്രോപൊളിറ്റൻ പോലീസിന്റെ പുതിയ കണക്കുകൾ പ്രകാരം 2025 തലസ്ഥാനത്ത് 97 കൊലപാതകങ്ങളാണ് നടന്നത്. ഇത് 2024 രേഖപ്പെടുത്തിയ 109 കേസുകളേക്കാൾ 11% കുറവാണ്. 2014 95 കൊലപാതകങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലണ്ടനിലെ ക്രൈം റേറ്റ് വളരെ മോശമാണെന്നും പോലീസിന് ചിലയിടങ്ങളിൽ പെട്രോളിംഗ് നടത്താൻ താൽപ്പര്യമില്ലെന്നും ആരോപിച്ചത്. മെറ്റ് കമ്മീഷണർ സർ മാർക്ക് റോളി ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഇംഗ്ലണ്ട്, വെയിൽസ് എന്നിവിടങ്ങളിൽ മൊത്തം കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ 6% കുറവുണ്ടായതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് അറിയിച്ചു. നിലവിൽ കണക്കെടുപ്പ് നടത്തുന്ന രീതികൾ ആരംഭിച്ചതിന് ശേഷം ഇത് ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും അവർ വ്യക്തമാക്കി. 2025 ജൂൺ വരെയുള്ള 12 മാസത്തിനിടെ 518 കൊലപാതകങ്ങളാണ് രേഖപ്പെടുത്തിയത്. മുൻ വർഷത്തേക്കാൾ 552 കേസുകൾ കുറവാണ്. 2019-20 സാമ്പത്തിക വർഷത്തിൽ 710 കേസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 27% കുറവാണ്. ലണ്ടൻ്റെ കൊലപാതക നിരക്ക് 1.1% ഒരു വർഷം. ഇത് ന്യൂയോർക്ക്, ബെർലിൻ, പാരീസ് തുടങ്ങിയ നഗരങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ റെക്കോർഡ് കുറഞ്ഞ നിരക്കെന്ന് സർ മാർക്ക് റോളി പറഞ്ഞു. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെയും ഗ്യാങ്ങുകൾക്കും സംഘടിത കുറ്റവാളികൾക്കും എതിരെയുള്ള നടപടികളിലൂടെയും സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുന്നതിലൂടെയുമാണ് ഇത് സാധ്യമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ ആയിരക്കണക്കിന് വീടുകളിൽ കുടിവെള്ളമില്ല. ചൊവ്വാഴ്ചയെ പുനഃസ്ഥാപിക്കൂ. ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സസെക്സിലും കെന്റിലും ആയിരക്കണക്കിന് വീടുകളിൽ ഇപ്പോഴും കുടിവെള്ളം പുനഃസ്ഥാപിച്ചിട്ടില്ല. സസെക്സിലെ ഈസ്റ്റ് ഗ്രൈൻസ്റ്റഡ് മേഖലയിലെ ഏകദേശം 16,500 വീടുകളിൽ വെള്ളം ലഭ്യമല്ല. ഈസ്റ്റ് ബോൺ, അപ്പർ ഡിക്കർ എന്നിവിടങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കെന്റിൽ ഹോളിംഗ്ബോൺ, ഹെഡ്കോൺ, വിൽകോം, കിങ്സ്വുഡ്, സെറ്റൻ വാൽ എന്നിവിടങ്ങളിൽ ഏകദേശം 4,500 വീടുകളിൽ വെള്ളം തീർത്തും ലഭ്യമല്ല. ബ്രോത്താം, സെവൻ ഓക്സ്, മേഡ്സ്റ്റോണിൻ്റെ ഭാഗത്തുള്ള വീടുകളിലും വെള്ളം ലഭ്യമല്ല, അല്ലെങ്കിൽ കുറഞ്ഞ പ്രഷറിൽ മാത്രമാണ് വെള്ളം എത്തുന്നത്. സൗത്ത് ഈസ്റ്റ് വാട്ടർ ഇതിനോടകം തന്നെ ഉപഭോക്താക്കളോട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. പ്രായമായവർക്കും ദുർബല വിഭാഗക്കാർക്കും ആവശ്യമായ വെള്ള വിതരണം ചെയ്യുന്നുണ്ടെന്നും അവർ അറിയിച്ചു. ചുഴലിക്കാറ്റും കഠിനമായ തണുപ്പും ഈസ്റ്റ് ഗ്രൈൻസ്റ്റഡിൽ വെള്ള വിതരണത്തെ ബാധിച്ചു. ഈസ്റ്റ് ബോണിലെ പ്രശ്നങ്ങൾക്ക് കാരണം നെറ്റ്വർക്ക് മാറ്റങ്ങളാണെന്ന് കമ്പനി വിശദീകരിച്ചു. ഹോളിംഗ്ബോണിലെ പ്രശ്നങ്ങൾ മറ്റു വാട്ടർ കമ്പനികളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതുകൊണ്ടാണെന്നും കൂട്ടിച്ചേർത്തു. പലയിടത്തും കുപ്പിവെള്ള വിതരണ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് റോഡുകളിൽ വലിയ തിരക്ക് സൃഷ്ടിക്കുന്നുണ്ട്. പല ഗ്രാമപ്രദേശങ്ങളിലും വെള്ളം ശേഖരിക്കാൻ ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നതിനെക്കുറിച്ചും പ്രായമായവർക്കും കാറില്ലാത്തവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെക്കുറിച്ചും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമാണ് വെള്ളം ലഭിക്കുന്നതെന്നും പരാതിയുണ്ട്.
ബ്രിട്ടനിൽ അഭയാർത്ഥി ഹോട്ടലുകൾ പൂട്ടുന്നു. കർശന നടപടികളുമായി സർക്കാർ. ബ്രിട്ടനിലെ അഭയാർത്ഥി ഹോട്ടലുകൾ പൂട്ടുന്നതിന്റെ ഭാഗമായി താമസക്കാരെ ഒഴിപ്പിക്കാൻ ഹോം ഓഫീസ് കർശന നടപടികൾ ആരംഭിക്കുന്നു. സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ ശേഷിയുണ്ടായിരുന്നിട്ടും സർക്കാർ സഹായം കൈപ്പറ്റുന്നവരെയും ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരെയും ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ നടപടി. ഈ വസന്തകാലം മുതൽ ഹോട്ടലുകളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർ, നിയമം ലംഘിക്കുന്നവർ, രാജ്യം വിടാനുള്ള ഉത്തരവ് അനുസരിക്കാത്തവർ എന്നിവർക്കും ഇനി മുതൽ സർക്കാർ സഹായമോ താമസ സൗകര്യമോ ലഭിക്കില്ല. നിലവിൽ ഏകദേശം 1,11,651 പേർ ബ്രിട്ടനിൽ സർക്കാർ സഹായത്തോടെ താമസിക്കുകയോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചെയ്യുന്നുണ്ട്. ഇതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ പരിഷ്കരണത്തിലൂടെ ആനുകൂല്യങ്ങൾ നഷ്ടമാകും. സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് 36,000 അഭയാർത്ഥികളാണ് വിവിധ ഹോട്ടലുകളിലായി കഴിയുന്നത്. ഹോട്ടലുകൾ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിൻ്റെ ഭാരിച്ച ചെലവ് കുറയ്ക്കാനും അതിർത്തി നിയന്ത്രണം ശക്തമാക്കാനുമാണ് ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏപ്രിൽ മാസത്തോടെ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടാനാണ് ഷബാന മഹ്മൂദിന്റെ തീരുമാനം. ഹോട്ടലുകൾക്ക് പകരമായി മിലിറ്ററി ബാരക്കുകൾ, മൾട്ടിപ്പിൾ ഓക്യുപ്പേഷൻ വീടുകൾ എന്നിവയിലേക്ക് അഭയാർത്ഥികളെ മാറ്റുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുന്നു. അമൃത്സറിൽ നിന്നും ബർമിംഗ്ഹാമിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അപകടകരമായ ഇന്ധനസ്ഥിതിയിൽ ലണ്ടൻ ഹീത്രോയിൽ ലാൻഡ് ചെയ്തു. വ്യാഴാഴ്ച അമൃത്സറിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-117 വിമാനം UK-യിലെ മോശം കാലാവസ്ഥയെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്താതിരുന്നതും ആവശ്യത്തിന് ഇന്ധനം നിറയ്ക്കാതിരുന്നതും കാരണം കടുത്ത പ്രതിസന്ധി നേരിട്ടു. UK-യിൽ വ്യാപകമായ മഞ്ഞുവീഴ്ച പ്രവചിക്കപ്പെട്ടിരുന്നിട്ടും പതിവ് അളവിൽ മാത്രം ഇന്ധനം നിറച്ചു പുറപ്പെട്ട വിമാനം ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് കടുത്ത വെല്ലുവിളികൾ നേരിട്ടു. ഈ വിമാനത്തിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ലെന്നും കണക്ഷൻ വിമാനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ സാധാരണയായി മലയാളികൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യാറില്ലെന്നും ട്രാവൽ ഏജൻസികൾ സൂചിപ്പിക്കുന്നു. കനത്ത മഞ്ഞുവീഴ്ച കാരണം ബർമിംഗ്ഹാം എയർപോർട്ട് അടച്ചിടാൻ ഒരുങ്ങുന്നതിനിടയിലാണ് AI-117 വിമാനം ലാൻഡിങ്ങിന് തയ്യാറെടുത്തത്. കവൻട്രിക്ക് സമീപം ലെമിംഗ്ടൺ സ്പായിൽ എത്തിയപ്പോഴാണ് കാഴ്ച പരിമിതി കാരണം മുന്നിലൊന്നും കാണാൻ കഴിയുന്നില്ലെന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറിനെ അറിയിച്ചത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനിടെ വിമാനം വഴിതിരിച്ചു വിടുകയാണെങ്കിൽ ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ എത്താൻ പോലും ആവശ്യമായ ഇന്ധനമില്ലെന്ന് കോക്പിറ്റിൽ പൈലറ്റിന് വിവരം ലഭിച്ചു. തുടർന്ന് എമർജൻസി ലാൻഡിങ്ങിനായി വിമാനം ഹീത്രോ ലക്ഷ്യമാക്കി പറന്നു. തലനാരിഴയ്ക്കാണ് പൈലറ്റിന്റെ ജാഗ്രതയും യാത്രക്കാരുടെ ഭാഗ്യവും കൊണ്ട് വിമാനം അപകടത്തിൽപ്പെടാതിരുന്നത്. 500 മീറ്റർ മാത്രം കാഴ്ച പരിമിതിയുള്ള അതിസങ്കീർണമായ കാലാവസ്ഥയിലാണ് വിമാനം ബർമിംഗ്ഹാം എയർപോർട്ടിലേക്ക് എത്തിയത്. അന്താരാഷ്ട്ര ഏവിയേഷൻ രംഗത്ത് ഏറ്റവും ചുരുങ്ങിയ കാഴ്ച ദൂരമാണിത്. ഗുരുതര സാഹചര്യം മുന്നിൽ കണ്ട് സ്ക്വാഡ് 7700 എന്ന മുന്നറിയിപ്പ് സന്ദേശത്തോടെയാണ് ലാൻഡിങ്ങിന് തയ്യാറെടുത്തതെങ്കിലും അനുമതി നിഷേധിക്കപ്പെട്ടു. ഈ ഘട്ടത്തിൽ മിനിമം ഫ്യൂവൽ എന്ന അടിയന്തര സന്ദേശവുമായി ലണ്ടൻ ഹീത്രോ ലക്ഷ്യമാക്കി പറക്കുക എന്ന ഒരേയൊരു മാർഗം മാത്രമേ വിമാനത്തിനുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.